അസ്സലാമു അലൈക്കും, നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്തക്കുന്ന്, നിലമ്പൂർ ചന്തക്കുന്ന് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത്, അതായത് ഒരു 300-200 മീറ്ററും കൂടി ഇല്ല റെയിൽവേ സ്റ്റേഷന്റെ നമ്മളെ ഗേറ്റിന്റെ അവിടേക്കുള്ള ദൂരം. പിന്നെ നമ്മൾ അതിലങ്ങനെ റോഡിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ 1 കിലോമീറ്റർ ഉള്ളൂ. അതും 6 സെന്റിൽ അതിമനോഹരമായ ഓരോ ആളുകൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ഒരു നല്ലൊരു വീടാണ് ഇപ്പോൾ ഭവനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 6 സെന്റിൽ. അപ്പോൾ നേരെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഈ വണ്ടി കയറി നിർത്തിയിട്ട് 2ാമത്തെ ഫ്ലോട്ട്, കറുത്ത റോഡിൽ നിന്ന് 2ാമത്തെ ഫ്ലോട്ടാണ് ഈ വീട് കാണുന്നത്. വീട്ടിലേക്ക് കാർ കയറ്റി നിർത്താനുള്ള സൗകര്യം ഫുൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കിയിട്ട് ഗേറ്റ് മാറ്റുന്ന ഗേറ്റാണ്. പിന്നെ അതേമാതിരി നമുക്ക് വാഹനങ്ങൾക്കൊക്കെ ഉള്ളിലേക്കൊക്കെ വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള വലതുഭാഗത്തിൽ നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. 6 സെന്റിലാണ് 1650 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. 2 ഇതാക്കൾ നമ്മൾ ഫ്രണ്ട് ഭാഗത്തിലേക്ക് പോരുന്ന വഴിൻ്റെ ഒരു ഗേറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ചെറുതായിട്ട്. അതിൻ്റെ തൊട്ട് ഇടത്ത് ഭാഗത്ത് തന്നെ കിണർ കാണുന്നത്. കിണർ നമുക്ക് വേണമെങ്കിൽ ഗ്രില്ലൊക്കെ ഇട്ട് ഒന്ന് ഉസാറാക്കാം. ചുറ്റും മതിൽ കെട്ടി 6 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിന്റെ വീട്. എല്ലാ പണി കഴിഞ്ഞ് ഇതിലേക്ക് ഇനി ഒരു പണി എടുക്കാനില്ല, എല്ലാ പണി കഴിഞ്ഞൊരു വീടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്നാൽ കയറിയാലോ. സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോൾ പ്രത്യേകതയായിട്ട് ഒരു ഗോൾഡൻ കളറിൽ നമ്മൾ ആൾ പാസിങ് ചെയ്യണ ഭാഗത്തേക്ക് മാത്രം ഒരു ഗോൾഡൻ ഫുഡിന്റെ ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ നമുക്ക് അവിടെ വരെ കൊടുത്തിട്ടുണ്ട്. നല്ല മോഡലാണ്. നമ്മളിതിൻ്റെ ജനാലിൻ്റെ എല്ലാം ഇത് കൊടുത്തിട്ടുള്ളത് തടിയിലൂടെയാണ്, ഇത് കൊടുത്തിട്ടുള്ളത് മരത്തിലൂടെയാണ്. ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ എല്ലാ ഭാഗത്തും ലൈറ്റും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് എന്താ പറയുക, വീടൊക്കെ ഉണ്ട് ലൈറ്റ് കൊണ്ടുണ്ട് അലങ്കരിച്ചിരിക്കുക. ഇതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഡോറാണ് ഇവ കാണിക്കുന്നത്. ഫുൾ മരത്തിൽ എല്ലാം അടിപൊളി കാതിലുള്ള തേക്ക്, നിലമ്പൂർ തേക്കൊക്കെ പറഞ്ഞു. നമ്മൾ നിലമ്പൂരിൽ തന്നെയാണ് ഇപ്പോൾ ഈ വീടുള്ളത്. അതും വീടിൻ്റെ നോക്കി ഫ്രണ്ട് ഭാഗത്തിലേക്കൂടെ തടികൾ കൊണ്ട് മോഡൽ വരുന്ന ടൈൽ മോഡൽ വരുന്ന വെറൈറ്റി മോഡൽ. പിന്നെ മുകളിലേക്കാണ് ശ്രദ്ധിച്ച് നോക്കുകയും നല്ല തടിയിലൂടെ തന്നെ മോഡലൊരു സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല വെറൈറ്റിയിലാണ് ഈ വീടിൻ്റെ ഹാളും വിശാലമായ ലിവിങ് ഏരിയയാണ് കാണുന്നത്. ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യവും വലിയ ആളുകൾക്ക് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെയും അതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാ സൗകര്യങ്ങളുണ്ട്. നേരെ നമുക്ക് കൈ കഴുകാനുള്ള സൗകര്യങ്ങളും മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ വർക്ക് ഫുൾ ഇരുമ്പിലൂടെയാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മുകളിലേക്കുള്ള ഫുൾ സീലിംഗ് ചെയ്തിട്ട് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ വലത്ത് ഭാഗത്തെ ഫസ്റ്റത്തെ റൂം അതിമനോഹരമായ നല്ല വലുപ്പത്തിൽ നോക്കിക്കള്, എന്താ വലുപ്പം, നല്ല സൗകര്യം. മുകൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് സീലിങ്ങിൻ്റെ ഭാഗങ്ങൾ, പിന്നെ ഇതിനുള്ളിലേക്ക് ഒന്ന് പാസിങ് ഇങ്ങനെ കാണിച്ചെടുത്ത സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. എന്താ മോഡല്, എല്ലാ ഭാഗത്തും ഒരു പണി തീർക്കാനില്ല, എല്ലാ പണി തീർത്ത് ഇതിലേക്കുള്ള ആയുധങ്ങൾ കൊണ്ടാണ് പോന്നാൽ മതി. അതും നിങ്ങൾക്ക് എന്താണ് നല്ല റേറ്റ് വരുന്നൊരു ഏരിയയാണ്, നല്ല വില വരുന്നൊരു ഏരിയയാണ്. പാകത്തെ വിലക്കെന്ന് കണ്ടെടുക്കാം. 3 റൂമാണ്. ഫസ്റ്റത്തെ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം സൗകര്യത്തിൽ. ഇതിൻ്റെ പ്രത്യേകത നോക്കി നമുക്ക് എല്ലാ സാധനങ്ങളും എടുത്തേക്കാണ്. നമുക്ക് ബാത്റൂമിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്തു വെക്കാനുള്ള സൗകര്യങ്ങളും കറണ്ട് റീചാർജ് ഫോൺ റീചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളും. ഞാൻ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് കയറി മുകൾ ഭാഗത്ത് അകന്ന് നോക്കി ഏതാണ് ഇതൊക്കെ. മുകൾ ഭാഗം വരെ ഫുള്ള് ടൈലിട്ടിട്ടുണ്ട്. അടിഭാഗത്ത് പ്രത്യേകതയായിട്ടുള്ള മോഡൽ വരുന്ന ടൈലും കാര്യങ്ങളിട്ട്, അതും കമ്പനി സാധനം, ഒന്നും ലോക്കൽ സാധനം കേട്ടിട്ടില്ല. അത്യാവശ്യം നല്ല കമ്പനിയാണ്. നമ്മൾ ടോയ്ലറ്റും ക്ലോസറ്റും വധിച്ച് കൊടുത്തിട്ടുള്ളത്. ഡോറും പ്രത്യേകമായിട്ടുണ്ട്. ലൈറ്റ് ഫ്ലൈൻ കളറിലാണ് ഡോറ് മോഡൽ വരുന്നത്. പിന്നെ അടുക്കള റൂമിലേക്ക് വന്നപ്പോൾ റൂമിൻ്റെ ഇതിൻ്റെ ഡിസൈന് മാറി അല്ലേ. മുഴുവൻ മോഡല് ഡിസൈനും ഹാളിലും അതേമാതിരി തന്നെ നമുക്ക് ഇൻവെർട്ടറൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഉണ്ട്. എല്ലാ സൗകര്യത്തിലും. പിന്നെ വീട്ടിലിങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ അടുക്കള തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് എന്താ പറയുക, 2ാമത്തെ റൂം മുകൾ ഭാഗം ഫുള്ള് സീലിംഗ് ചെയ്ത് ഇതിൻ്റെ പ്രത്യേകത തന്നെ അതിലും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് റൂമിൽ 2ാമത്തെ റൂമിലും അലമാരൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും എല്ലാ വർക്കും ചെയ്ത് എല്ലാം ഒരു അടിച്ചു പൊളിച്ച് മോഡലുകളാണ് വീട് ചെയ്തിട്ടുള്ളത്. കൃത്രിമം എന്ന സാധനം ഇതിമേ ഉപയോഗിച്ചിട്ടില്ല. ഒക്കെ കമ്പനി സാധനങ്ങൾ. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം, നല്ല സ്പേസും കാര്യങ്ങളും, 3/4 ഭാഗം വരെ ടൈലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടും. അതും എല്ലാം കമ്പനി സാധനങ്ങൾ കൊണ്ടാണ് വീടിൻ്റെ എല്ലാ അലങ്കാരങ്ങളും. ഒരു വീട് കൊടുക്കാനുള്ളതാണെന്ന് കരുതിയിട്ട് ഒന്ന് എടുക്കുന്ന സാധനത്തിൻ്റെ മെറ്റീരിയൽ നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുമ്പോൾ. കാരണം ഈ വീട് കൊടുക്കുമ്പോൾ വീടിന് ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ മെറ്റീരിയൽ കയറ്റിയിട്ട് നമുക്ക് കുറഞ്ഞ രൂപത്തിൽ വീട് കൊടുക്കാനും കഴിയും. നമ്മൾ വാഷ് ബേസ് കൈ കഴുകാനുള്ള
നോക്കിയാൽ അവിടെയൊക്കെ ലൈറ്റിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ പ്രത്യേകത 2 ഭാഗത്ത് അടിച്ച് പൊളിച്ചാണ് വെറൈറ്റിയിൽ ഇതിൻ്റെ ലൈറ്റ് ഫിറ്റിങ്സ് വന്നിട്ടുള്ളത്. നേരെ അടുക്കളയ്ക്ക് കിച്ചണിലേക്ക് വരുന്നത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാ ഭാഗത്തും അതിൻ്റെ വലിപ്പം നമുക്ക് പാത്രങ്ങൾ വെക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ ഭാഗത്തും അതിൻ്റെ അറകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ലൈറ്റും അവിടെ നോക്കി നിങ്ങൾ എല്ലാം നമ്മൾ പോയി കഴിഞ്ഞാൽ കൂൾ ബാറിലൊക്കെ കാണുള്ളൂ ഇങ്ങനത്തെ ലൈറ്റ്. ഒരു രസമുണ്ട്, നല്ല കളർഫുള്ളിൽ നല്ലൊരു വെറൈറ്റി. മുകൾ ഭാഗത്താണ് ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ. നമുക്ക് നേരെ വർക്കരേക്കാണ് വരുന്നത്. നോക്കുന്നത് എന്താ ഒരു ആലുവ അടുപ്പ്, നല്ല സൗകര്യത്തിൽ നല്ല ആലുവ അടുപ്പ്, നല്ല കമ്പനി, നല്ല സ്റ്റീൽ കൊണ്ടാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട്. ഇത് ഇരുമ്പിൽ വരുന്നുണ്ട്, പല രൂപത്തിലും ആലുവ അടുപ്പ് വരുന്നുണ്ട്. നമുക്ക് ടിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള സൗകര്യങ്ങളും അതേമാതിരി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് 7, 5, 6, 7 മണി വരെ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇതിന് ഈ ഗ്രില്ലിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. നമുക്ക് ഉള്ളിലേക്ക് ലൈറ്റ് കിട്ടാനുള്ള സൗകര്യം, ശുദ്ധവായു കിട്ടാനുള്ള ഒരു സൗകര്യം കൂടി ഇതിന് ഉണ്ട്. നമുക്കിത് നേരെ കണ്ട് അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പേസ് ഇത്രയേ ഉള്ളൂ, മതിയല്ലോ. അത്യാവശ്യം നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് മെറ്റൽ ഇട്ടിട്ടുള്ള സൗകര്യത്തിലാണ്. നോക്കി ഒരു ഭാഗത്ത് ഒരു കംപ്ലൈൻറ്റ്, ഒരു പ്രശ്നമൊക്കെ എല്ലാ ഭാഗവും തേച്ച് ചുമര് തേച്ച് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് നടക്കാറാം. നമ്മൾ നേരെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും ആ വുഡിൻ്റെ ആ മോഡലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. വുഡ് വെറൈറ്റി മോഡൽ, മരത്തിൻ്റെ മോഡലുകളാണ് ഡിസൈൻ മോഡലുകൾ കൊടുത്തിട്ടുള്ളത് മുകളിൽ വരെ. പിന്നെ ഉള്ള ചില ആൾക്കാർ സ്റ്റീലിൻ്റെ വർക്ക് കൊടുക്കും, ചിലർ ഇൻഡസ്ട്രി വർക്ക് സ്റ്റീലിൻ്റെതും പിന്നെ ഇരുമ്പിൻ്റെ മോഡൽ കൊടുക്കും. മുകളിൽ എല്ലായിടത്തും മാർബോണേറ്റ് ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കി നിങ്ങൾ പ്രത്യേകതയായിട്ട് മുകൾ ഭാഗത്ത് ഇങ്ങനെ നല്ല കയറി വരുമ്പോൾ തന്നെ നീളത്തിന് ഫുള്ള് സീലിംഗ് ചെയ്ത് നല്ലൊരു വെറൈറ്റിയിൽ ആണ് ഇത്. ഇതിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗത്ത് ഹാളിൽ നിന്ന് നേരെ ഒറ്റ റൂമുള്ളൂ. ആ റൂം 1.5 റൂമാണ്. നോക്കി നല്ല സ്പേസ്, മുകൾ ഭാഗത്തും അതേ മോഡലുള്ള സീലിങ്ങിൻ്റെ വർക്ക്. അപ്പോൾ 3 റൂമും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അലമാര പുതിയതായിട്ട് മേടിക്കാൻ നിൽക്കേണ്ട വലിപ്പം കാര്യങ്ങൾ നോക്കി എന്താ മോഡൽ, എല്ലാ ഫിറ്റിങ് കാര്യങ്ങൾ വലിപ്പവും എല്ലാ സാധനവും നമുക്ക് പൈസ കൊടുത്ത് വെക്കാനും അടിയിലും എല്ലാ ഫിറ്റിങ്ങും കാര്യങ്ങളും മുകളിലെ സീലിങ്ങും ലൈറ്റുകളൊക്കെ ഒരു പണി. അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇങ്ങോട്ട് എന്താ സൗകര്യം, നമ്മൾ സ്പേസ് കുളിക്കാനുള്ള സൗകര്യങ്ങളും 3/4 ഭാഗം വരെ ടൈലിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്ര നനച്ച് കുളിക്കുമ്പോഴും നമ്മൾ ഈ ടൈല് കയറ്റിയിടുന്നത് എന്താ വെച്ചാൽ ചുമരിന് നനവ് വരാതെ അത് ഒന്നുകൂടി അങ്ങോട്ടൊന്ന് വിയർപ്പ് വരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈല് കഴിവിൻ്റെ പരമാവധി പൊന്തിച്ചിടുന്നത്. അതും എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ്. നമുക്ക് നേരെ ഫ്രണ്ട് ഭാഗത്ത് സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിൻ്റെ നല്ല സൗകര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ഭാഗത്തിന് ഇവിടെ ക്ലാസ് ആട്ടോ, ഇവിടെ ഓപ്പൺ ആയിട്ടിട്ടില്ല, ഫുൾ ക്ലാസ്സിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഇട്ടിട്ട്. എന്താ പറയുക, ഫുള്ള് പുറത്തോട്ട് നല്ല കാണാൻ നല്ല കാഴ്ചയിൽ നല്ല വൃത്തിയുള്ളൊരു മോഡലുകളാണ് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതും ഇതിൻ്റെ ചാനലിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ടല്ലേ, ബ്ലാക്ക് ഡിസൈനിൽ. നമ്മൾ നേരെ സിറ്റ് ഔട്ട് മുകൾ ഭാഗത്തെ സിറ്റ് ഔട്ടിൽ വന്നപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തും സീലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി വെട്ടുകല്ല് കൊണ്ട് മോഡൽ ഇതാക്കണത് ഇതിൻ്റെ വർക്കുകൾ കൂടുതൽ നമുക്ക് ടൈൽസ് മോഡൽ വെറൈറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ വീടിൽ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ടാൽ ആ ട്രെയിന് പോണത് ഷൊർണൂർക്ക് പോണ 4:15 സമയത്തിൽ പോണ 4:15 പോണ ട്രെയിനാണ് പോണത്. ഇവിടെ തൊട്ടടുത്ത്, അതായത് നമ്മളെ ഗേറ്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ആകെ 200 മീറ്റർ ഉള്ളൂ അതിലേക്കുള്ള ദൂരം. അപ്പോൾ ഏകദേശം നല്ല സൗകര്യത്തിലറിഞ്ഞ ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത്. ഒക്കെ ഏകദേശം നിങ്ങൾ കണ്ടില്ലേ വീട്. ഇതാണ് മോഡൽ, ഇതാണ് നല്ല ഇഷ്ടപ്പെട്ട മോഡൽ, നല്ല അടിപൊളി നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ആളുകൾക്ക്, അറിയുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് ബാക്ക് ഭാഗത്തിലേക്ക് ചെറിയൊരു സൽക്കാരം എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാക്കുന്നത്, ഇവിടെ ടേബിളൊക്കെ ഇട്ടുകാണ്ട് നല്ല ഇളം കാറ്റിലൂടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഫ്രണ്ട് ഭാഗത്ത് കിടേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഇട്ടുകാണ്ട് നമുക്കുള്ള ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സ്പേസ് വീടിൻ്റെ അയൽവാസികളൊക്കെ കണ്ടു. തൊട്ടടുത്തുള്ള വീടുകൾ തൊട്ടടുത്തുകളുണ്ട്, അമ്പലം, പള്ളി, മദ്രസ എല്ലാം തൊട്ടടുത്ത്. അതും ആകെ 1 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. പിന്നെ നമ്മൾ ക്ലിനിക്, ഹോസ്പിറ്റൽ, ഇവിടെ ഗവൺമെൻറ് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ ഇവിടെ 2 വലിയ ഹോസ്പിറ്റലൊക്കെ നമ്മളത് ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ പോലെ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇവിടെ തൊട്ടടുത്തുണ്ട്. അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ 3 കിലോമീറ്റർ പോയി കണ്ട്. പിന്നെ ജ്വല്ലറി, തുണിക്കട എല്ലാം തൊട്ടടുത്ത് 2.5 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ ടൗൺ അങ്ങാടിയിലാണ്, തൊട്ടടുത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വിടണ്ട, ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് ഇത് സ്വന്തമാക്കാൻ നോക്കിക്കോളൂ.
നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആകെ 1 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടുന്ന് ആകെ 200 മീറ്ററുള്ളൂ ഗേറ്റിലേക്കൊന്ന് പോകുന്ന വഴി ഇവിടെ നടന്നു പോകാനുള്ളൂ. പിന്നെ 6 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, അതും 3 റൂം, 3ഉം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതിന് ഫുള്ള് സെറ്റും അലമാര സെറ്റ് ചെയ്ത അതിമനോഹരമായ 1650 സ്ക്വയർ ഫീറ്റിൻ്റെ ഈ വീട് എന്തതിനെ ചോദിക്കുന്നത്? വെറും 42 ലക്ഷം രൂപയ്ക്ക് ചോദിക്കുന്നുള്ളൂ. പിന്നെ കച്ചവടമല്ലേ, ഏകദേശം നെഗോഷ്യബിൾ ആണ്. നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തെടുക്കുക. നല്ല സൗകര്യത്തിൽ മെറ്റീരിയൽ എല്ലാം നല്ല കൃത്യമല്ലാത്ത മെറ്റീരിയലാണ്. വന്നോളൂ, എടുത്തോളൂ, സ്വന്തമാക്കാൻ നോക്കി.